അമേരിക്കയും ബ്രിട്ടനുമെല്ലാം ഇറാനെ ആക്രമിക്കാൻ ഭയപ്പെടാനുള്ള കാരണം ഗൾഫിലെ ഒരു രാജ്യങ്ങൾക്കുമില്ലാത്ത സൈനിക ശേഷിയുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, വിദൂരത്തുള്ള ശത്രുവിനെ പോലും കൃത്യമായ ലക്ഷ്യത്തോടെ അവസാനിപ്പിക്കാൻ കഴിവുള്ള സ്നൈപ്പർ റൈഫിൾ കൈവശമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ആയുധ ശേഖരത്തെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും വലിയ വിവരവുമില്ല. മിക്ക ആയുധങ്ങളും ഇറാൻ സ്വന്തമായി നിർമ്മിച്ചവയുമാണ്. ഒളിപ്പോരിലുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സഹായിക്കുന്ന ആയുധങ്ങളും ഇറാന്റെ കൈവശമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ ആയുധ ശേഖരത്തെക്കുറിച്ച് വ്യക്തമായ വിവരം പുറംലോകത്തിനില്ല. ദീർഘദൂര മിസൈലുകൾ കൈവശമുള്ള ഇറാന്റെ മിക്ക ആയുധങ്ങളും സ്വന്തമായി നിർമ്മിച്ചവയാണ് എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾക്ക് ഇറാൻ ആയുധ വിദ്യകളും പരിചിതമല്ല. പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമാണ് ആയുധങ്ങൾ വാങ്ങുന്നത്. ഒരുപക്ഷെ ഇറാന്റെ ആയുധങ്ങൾ സംബന്ധിച്ച് ഇല്ലാ കഥകളാണ് പ്രചരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അമേരിക്കയെ ഭയപ്പെടുത്താൻ ഇറാൻ നടത്തുന്ന തന്ത്രമാണിതെന്നും വിലയിരുത്തുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാൻ മേഖലയിലെ ശക്തമായ സൈനിക ശക്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇറാന്റെ കൈവശമുള്ള ഹൈദർ സ്നൈപ്പർ റൈഫിളുകളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 ഇത് സംബന്ധിച്ച് ചില സൂചനകൾ വന്നിരുന്നുവെങ്കിലും പുതിയ സംഘർഷ സാഹചര്യത്തിൽ വീണ്ടും ചില വിവരങ്ങൾ കൂടി വന്നിരിക്കുന്നു. ശത്രുക്കളുടെ ആയുധങ്ങളും വാഹനങ്ങളും വളരെ വിദൂരതയിൽ നിന്ന് തകർക്കാൻ പര്യാപ്തമാണത്രേ ഹൈദർ. 1600 മീറ്റർ അകലെയുള്ള ശത്രുക്കളെ പോലും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ഹൈദറിന് സാധിക്കുമെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ ബാരറ്റ് M82, ഫ്രാൻസിന്റെ ഹിക്കേറ്റ് 2 എന്നിവയ്ക്ക് 1800 മീറ്റർ ദൂരത്തിൽ ആക്രമിക്കാൻ ശേഷിയുണ്ട്. വിചിത്രമായ ശേഷിയുള്ള ആയുധമാണ് ഹൈദർ എന്ന് അമേരിക്കൻ വിദേശ സൈനിക പഠന ഓഫീസ് വിലയിരുത്തുന്നു. അതേസമയം അമേരിക്കയുടെ ബാരറ്റ് M82നേക്കാൾ ആക്രമണ ശേഷിയുണ്ട് ഹൈദറിന്. ജർമ്മൻ ഡിസൈനാണിത്. ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് തന്നെ ഇറാൻ ഈ ഗണത്തിൽപ്പെട്ട റൈഫിളുകൾ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. സൈനികർ ഹൈദർ ഉപയോഗിക്കുന്ന വീഡിയോകൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. സിറിയയിലെ ആഭ്യന്തര യുദ്ധവേളയിൽ ഹൈദർ റൈഫിൾ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാൻ ഈ ആയുധം പരീക്ഷിച്ചത് സിറിയയിലായിരുന്നു. സഖ്യരാജ്യങ്ങൾക്ക് ഇറാൻ ഹൈദർ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം മേഖലയിലെ സുരക്ഷയുടെ കാര്യത്തിൽ ഇറാൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. പേർഷ്യൻ കടൽ മേഖലയിലെ രാജ്യങ്ങളുടെ സാന്നിധ്യം മാത്രം മതിയെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. അമേരിക്കയും യൂറോപ്പും മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് എന്നും റുഹാനിയുടെ മുന്നറിയിപ്പ്. അതേസമയം ഇറാൻ പിടിച്ച ബ്രിട്ടീഷ് കപ്പൽ തിരിച്ചു കൊടുക്കാൻ ഇറാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം. ബ്രിട്ടൻ പിടിച്ച ഇറാൻ കപ്പൽ വിട്ടു നൽകിയാൽ ബ്രിട്ടന്റെ കപ്പലും വിട്ടുകൊടുക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. യൂറോപ്പുമായി സംഘർഷത്തിന് ഇറാൻ താൽപര്യമില്ല എന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നും റുഹാനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.